ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ നല്ലൊരു കാച്ചെണ്ണ തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പം ഈ ഒരു കാച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ പനങ്കുല പോലെ മുടി വളരുമെന്നൊന്നും അവകാശപ്പെടുന്നില്ല. നമുക്ക് നല്ല മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം അതൊന്ന് കൺട്രോൾ ചെയ്യാനും പിന്നെ ഡാൻഡ്രഫ് അത് താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനൊക്കെ കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ ഈ ഒരു എണ്ണ തേച്ചു എന്ന് പറഞ്ഞിട്ട് അലർജി ഉണ്ടാകും എന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി നല്ല അലർജി ഉള്ള ആളാണ് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ഈ എണ്ണ തേച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പെഷ്യലായിട്ട് അലർജി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീട്ടിൽ മക്കളായിരുന്നാലും ഇത് ഉപയോഗിക്കുന്നതാണേ. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ്, നമ്മുടെ വീട്ടിൽ എന്താണോ നമുക്ക് അവൈലബിളായിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് അത് മാത്രം ഉപയോഗിച്ച് എണ്ണ കാച്ചാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മളില്ലാത്ത കാര്യം എപ്പോഴെങ്കിലും സംഘടിപ്പിച്ച് വല്ലപ്പൊഴിക്കുക അങ്ങനത്തെ എണ്ണ കാച്ചുന്നതിനേക്കാളും നമ്മളെ വീട്ടിലുള്ളത്, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം പനിക്കൂർക്ക നവരയില എന്നൊക്കെ പറയും കേട്ടോ, അതുകൊണ്ട് പിന്നെ കറ്റാർ വാഴ ഉണ്ടായിരുന്നു അത്യാവശ്യം, പിന്നെ കറിവേപ്പില, മൈലാഞ്ചിയില, ഇങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ട് തുളസിയിലേക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പോൾ അതില്ല, തുളസിയൊക്കെ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ, പിന്നെ എല്ലാം കരിഞ്ഞു പോയി. ഇപ്പോൾ ഇല്ല, ഒരു തുളസി പോലും ഇല്ല, ഇത്തിരി ആവി പിടിക്കാൻ പോലും ഇല്ല, അത്തിരി അവസ്ഥയായിട്ടോ. അപ്പം ഇപ്പോൾ ഉള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ളത്, ഇപ്പോൾ നെല്ലിക്ക ഉണ്ടെങ്കിൽ നെല്ലിക്ക എടുക്കാം, നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതെടുക്കാം. നമുക്ക് സ്ഥിരം നമുക്ക് കിട്ടാൻ പറ്റുന്നത് ബുദ്ധിമുട്ടില്ലാതെ. ഇപ്പോൾ നെല്ലിക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഇപ്പോൾ ഞാൻ അത് പുറത്ത് പോയത് വാങ്ങിക്കാൻ മടിച്ചിട്ട് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ അതായത് എൻ്റെ ഗാർഡൻ ഏരിയയിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ എണ്ണ തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ എന്തായാലും ആ ഒരു ഗാർഡൻ ഏരിയയിലോട്ട് ഇറങ്ങിയതുകൊണ്ട് ചെടിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് വന്നത്. അപ്പം ഞാൻ ഈ ഒരു പച്ചിലകളൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു പച്ചിലകളെല്ലാം കൂടെ ഒരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത്. കറിവേപ്പില ഞാൻ എപ്പം ചേർക്കാറില്ല, അവസാനമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, കറിവേപ്പില അവസാനം ചേർക്കാവില്ല, ഈ മുടി കൊഴിയാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കറിവേപ്പില അവസാനം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു കൈപ്പിടി നിറച്ച് തന്നെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ ഒരു 2-3-4 പിടി ആ ഒരു നവരയില നിറച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ലതാണ്, നമ്മുടെ കഫക്കെട്ട് ഉണ്ടാവാതിരിക്കാനൊക്കെ ഈ നവരയില ചേർത്ത് എണ്ണ കാച്ചി തേക്കുന്നതും. നവരയില നമ്മൾ കാപ്പി ഉണ്ടാക്കി കുടിക്കാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നവരയില അല്ലെങ്കിൽ പനിക്കൂർക്കയില, പിന്നെ കന്നിക്കൂർക്കയില, ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത് അതിൻ്റെ പേര്. അപ്പോൾ അതൊരു 3-4 പിടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി നിറച്ചും ചെറിയ ഉള്ളി, പിന്നെ ഒരു 5-6 കറ്റാർ വാഴ ആ ഒരു നമ്മളെടുത്തിട്ട് അതിൻ്റെ ഒരു മഞ്ഞ ഉണ്ടല്ലോ, മഞ്ഞ കളർ വരും, അതിൽ നിന്ന് ആ ഒരു സംഭവം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി മാറ്റണം. വേണമെങ്കിൽ തൊലി ചെത്തി മാറ്റാം, അല്ലെന്നുണ്ടെങ്കിൽ തൊലിയോട് കൂടി നമുക്ക് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പം ആ ഒരു ഇലവർഗ്ഗങ്ങളെല്ലാം, അതായത് കറിവേപ്പില ഒഴിച്ചിട്ട് ബാക്കി ആ ഒരു മൈലാഞ്ചി ഇല, പനിക്കൂർക്കയില, പിന്നെ ആ ഒരു ചെറിയ ഉള്ളി, കറ്റാർ വാഴ, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ. ഈ അരച്ചെടുത്തിട്ടുള്ള കൂട്ടിലോട്ട് നമുക്ക് ഞാനൊരു 2 കപ്പ് വെളിച്ചെണ്ണയാണ്, നല്ല നാടൻ വെളിച്ചെണ്ണ, നമ്മൾ മില്ലിൽ നിന്നൊക്കെ ആട്ടി വാങ്ങിക്കുന്ന ഒരു വെളിച്ചെണ്ണ കേട്ടോ, അതൊരു 2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമുക്ക് ഇപ്പോൾ ഇടണ്ട, അവസാനം ഇടാം, അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നമുക്ക് ആദ്യം ഒന്ന് കൂട്ടി വയ്ക്കാം. എണ്ണ ഒന്ന് ചൂടാവുന്ന വരയ്ക്കും ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാം കേട്ടോ, കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ആ ഒരു ചേർത്ത പച്ചിലകളെല്ലാം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് മൺതരി പോലെ ആവണം. ആ ഒരു പാകം വരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഞാൻ വീഡിയോ കുറച്ചൊന്ന് സ്പീഡാക്കുന്നുണ്ട്, അതായത് നമ്മൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ വീഡിയോ ഒന്ന് സ്പീഡാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഓരോ ഘട്ടം കഴിയുന്നതോടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ബാക്കിയുള്ള വിത്ത് ഐറ്റംസ് എല്ലാം നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. അതായത് ആ ഒരു പച്ചിലകളൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരു 100 ഗ്രാം കരിഞ്ചീരകം, 3 ടേബിൾ സ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ കുരുമുളക്. പിന്നെ കരിഞ്ചീരകം നമുക്ക് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താലും മതി കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പച്ചിലകൾ അരയ്ക്കുന്നില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ച് ചേർത്താലും മതി. രണ്ടായാലും ഓക്കെയാണ് കേട്ടോ, ആ ഒരു കാര്യം കുഴപ്പമില്ല. എന്തായിരുന്നാലും ആ ഒരു വിത്ത് ഐറ്റംസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരണം, അതുവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതും ഒന്ന് മുരിഞ്ഞ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം നമ്മൾ എടുത്തിട്ടുള്ള ഒരു കറിവേപ്പില, ഒരു ചെറിയൊരു കൈപ്പിടി നിറച്ച് നമുക്ക് കറിവേപ്പില എടുക്കാം. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് തന്നെ ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്.
അത് പൊടിച്ച് ആ ഒരു ഇല പൊടിച്ചത് കറിവേപ്പില പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ആ ഒരു എണ്ണയിൽ ചൂടി തന്നെ കറിവേപ്പില ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾ ആ ഒരുപാട് ഐറ്റംസ് ചേർത്തോണ്ടേ എണ്ണ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ടല്ലോ ആദ്യം നമ്മൾ ഒരു ഫിൽറ്റർ ഒന്ന് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ബാക്കി വന്നിട്ടുള്ള ഒരു കക്ക എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അടിക്കുമ്പം അതിൽ നിന്ന് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരും. മിക്സി ജാറിലിട്ട് നന്നായിട്ട് അടച്ചെടുത്തതിന് ശേഷം ഒരു 2-3 തവണ ഒന്ന് ഇത് ഫിൽറ്റർ ചെയ്തെടുക്കണേ. അപ്പോൾ ഒട്ടും തന്നെ അതിൻ്റെ ഒരു കക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല എണ്ണ മാത്രമായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കത് നന്നായിട്ട് കഴുകി തുടച്ച് ഉണങ്ങിയിട്ടുള്ളൊരു കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാം. ഒരു 1-2 മാസത്തേക്ക് മാത്രം എണ്ണ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നല്ലതിന് പകരം വിപരീതമായിട്ടുള്ള ഒരു ഇതായിരിക്കും കിട്ടുന്നത് കേട്ടോ. അതായത് നമ്മൾ എണ്ണ കുറേ കാലം ഇരുന്ന് പഴകിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ലും മാറും. പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിയാനുള്ള ചാൻസും കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എണ്ണ പഴകുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിപ്പം 2 മാസത്തേക്കൊക്കെ മതിയാകും നമുക്ക്. ആ ഒരു അളവിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അത് അന്ന് 2-3 തവണ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ഒരു ബോട്ടിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നല്ല മണവും ഗുണമൊക്കെ ഉള്ളൊരു എണ്ണ തന്നെയാണ്. പക്ഷേ ഈ ഒരു എണ്ണ തേച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് മുടിയൊന്നും വളരുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. നമുക്കുള്ള മുടീനെ കുറച്ചൊന്ന് സൂക്ഷിക്കാം. ഇപ്പോൾ പിന്നെ മുടി കൊഴിച്ചിലിൻ്റെയൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ, വൈറ്റമിൻ ഡി കുറവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തലയിലുള്ളതിനൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോകാം. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിനെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യും.